ഓം നമോ നാരായണായ. നമസ്കാരം. ഇന്ന് നാരായണീയം 32ാമത്തെ ദശകം മത്സ്യാവതാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. 6ാമത്തെ ശ്ലോകം മുതൽ. സത്യവ്രത രാജാവ് തനിക്ക് പ്രളയം കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഭഗവാനെ അറിയിക്കുകയും അങ്ങനെ 7 ദിവസം കാത്തിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നതും 7 ദിവസം കഴിഞ്ഞ് ആ ദിവസം വന്നപ്പോൾ പ്രളയമുണ്ടാകുന്നു. ആ പ്രളയ ജലത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ സത്യവ്രത രാജാവ് സപ്തർഷിമാരെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ ഭഗവാനെ ധ്യാനിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഭഗവാന്റെ നിയോഗമനുസരിച്ച് ഭൂമി ഒരു തോണി രൂപത്തിൽ ഈ പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്ന സത്യവ്രതൻ്റെയും സപ്തർഷികളുടെയും അടുത്തേക്ക് എത്തിച്ചേരുന്നു എന്നാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാതേ തത്കമ്പകംപ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ഭഗവാൻ സത്യവ്രത രാജാവിന് ആദ്യമായി ദർശനം നൽകിയ സമയത്ത് വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ ധാരണ ഭഗവാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുപ്രകാരം പ്രളയജലത്തിൽ ഭൂമി ഒരു തോണിയുടെ രൂപത്തിൽ അവരുടെ അടുത്തേക്ക് എത്തിച്ചേരുമെന്നും എല്ലാ ഔഷധികളുടെയും ബീജങ്ങളും എല്ലാ പ്രാണിവർഗത്തിൻ്റെയും സൂക്ഷ്മ ശരീരങ്ങളോടും കൂടി സപ്തർഷികളോടൊപ്പം വഞ്ചിയിൽ കയറണമെന്ന് രാജാവിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ സമയത്ത് താൻ വീണ്ടും പ്രത്യക്ഷനാകുമെന്നും തൻ്റെ കൊമ്പ് വാസുകിയാകുന്ന കയറുകൊണ്ട് തോണിയുമായി ബന്ധിപ്പിക്കണമെന്നും ഭഗവാൻ അറിയിച്ചിരുന്നു. അങ്ങനെ സത്യവ്രത രാജാവ് സപ്തർഷികളോടൊപ്പം ആ പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഭഗവത് നിയോഗമനുസരിച്ച് ഭൂമി തോണി രൂപത്തിൽ അവരുടെ അടുക്കൽ എത്തിച്ചേരുന്നു. സത്യവ്രത രാജാവ് എല്ലാ ഔഷധികളുടെയും ബീജങ്ങളും എല്ലാ പ്രാണിവർഗത്തിൻ്റെയും സൂക്ഷ്മ ശരീരങ്ങളോടും കൂടി സപ്തർഷികളോടൊപ്പം ആ വഞ്ചിയിലേക്ക് കയറുന്നു. അങ്ങനെ അവർ വഞ്ചിയിൽ കയറി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ പ്രളയജലത്തിൽപ്പെട്ട് ആ തോണി അങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. ഇപ്രകാരം ആ സമുദ്രത്തിലേക്ക് വീണുപോകുമോ എന്ന് തോന്നുമാറ് ആടി ഉലയുന്ന ആ വഞ്ചിയിലിരുന്ന് രാജാവും സപ്തർഷികളും ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ഈ വിഷമഘട്ടത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ ഏറ്റവും വലിയ മത്സ്യാകൃതി കൊണ്ട് സമുദ്രത്തിൽ നിന്നും അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. മത്സ്യമൂർത്തിയായ ഭഗവാന്റെ കൊമ്പിന്മേൽ തോണിയെ ബന്ധിപ്പിക്കുന്നു. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ജശാകൃതിം യോജന ലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുക്ത്യാ തുത്തുംഗശൃംഗേ തരണിം ബബന്ധു. 1,00,000 യോജന വിസ്താരമുള്ള അതിതേജസ്വിയായ ആ മത്സ്യമൂർത്തിയെ കണ്ട് രാജാവും സപ്തർഷികളും ആനന്ദഭരിതരായി. ഭഗവാന്റെ കൽപ്പനപ്രകാരം വാസുകി എന്ന സർപ്പമാകുന്ന കയറുകൊണ്ട് ആടിയുലയുന്ന ആ വഞ്ചിയെ മത്സ്യമൂർത്തിയുടെ ഉയർന്ന കൊമ്പിന്മേൽ അവർ ബന്ധിപ്പിച്ചു. ഇങ്ങനെ പ്രളയജലത്തിൽപ്പെട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന ആ തോണിയെ മത്സ്യമൂർത്തിയുടെ കൊമ്പിന്മേൽ ബന്ധിച്ചപ്പോൾ പൂർണ്ണമായും ആ തോണി മത്സ്യമൂർത്തിയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ മത്സ്യമൂർത്തി ആ തോണിയെയും വഹിച്ചുകൊണ്ട് ആ പ്രളയജലത്തിൽ എങ്ങനെ സഞ്ചരിച്ചു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ച ഉപദിശന്നചാരി. ബ്രഹ്മാവ് ഉറങ്ങുമ്പോഴാണല്ലോ വേദങ്ങൾ തട്ടിയെടുത്തതും ആ പ്രളയമുണ്ടായതും. ബ്രഹ്മാവ് ഉണരുന്നത് വരെ പ്രളയമാണ്. അങ്ങനെ ഭഗവാൻ രാജാവിനോടും സപ്തർഷികളോടും പറയുകയാണ്, ബ്രഹ്മാവ് ഉണരുന്നത് വരെ ഈ പ്രളയജലത്തിൽ അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ രാജാവിനെയും ആ മുനി സമൂഹങ്ങളെയും വഹിച്ചുകൊണ്ട് ഭഗവാൻ ആ പ്രളയജലത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ച് ആ ലോകം മുഴുവൻ അവർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. ആ പ്രളയജലത്തിൽ ഭൂമിയാകുന്ന ആ തോണിയിൽ ഇരുന്നു കൊണ്ട് സപ്തർഷികളും സത്യവ്രത രാജാവും ആ ലോകം മുഴുവനും കണ്ടങ്ങനെ ആസ്വദിച്ചു. ആ സമയത്ത് സത്യവ്രത രാജാവ് പരമാത്മജ്ഞാനം ഉപദേശിച്ചു തരൂ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഭഗവാൻ സത്യവ്രത രാജാവിന് പരമാത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു. മത്സ്യമൂർത്തിയായ ഭഗവാൻ സത്യവ്രത രാജാവിന് ഉപദേശിച്ച ഈ പരമാത്മജ്ഞാനമാണ് മത്സ്യപുരാണം
എന്ന് പ്രസിദ്ധമായി തീർന്നത്. അങ്ങനെ 6-ാമത്തെ മന്വന്തരം കഴിഞ്ഞു വരുന്ന ആ പ്രളയാവസാനത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് 9-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവ അഭിദ്രുതോ ഭൂ. അങ്ങനെ പ്രളയം കഴിയുന്നത് വരെ ഭഗവാൻ തോണിയും വഹിച്ചുകൊണ്ട് ആ പ്രളയജലത്തിൽ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. പ്രളയാവസാനത്തിൽ 7-ാമത്തെ മന്വന്തരം തുടങ്ങി. സപ്തർഷിമാരെ അവർ ആ മന്വന്തരത്തിൽ എവിടെയാണോ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ അവരെ പ്രതിഷ്ഠിച്ചു. പിന്നീട് ഭഗവാനിൽ നിന്ന് പരമാർത്ഥ ജ്ഞാനം ലഭിച്ച സത്യവ്രതൻ എന്ന രാജർഷിയെ 7-ാമത്തെ മന്വന്തരത്തിൻ്റെ അധിപനായി വൈവസ്വത മനു എന്ന പേരോടുകൂടി അവരോധിച്ചു. ഇപ്പോൾ 7-ാമത്തെ മന്വന്തരമാണ് നടക്കുന്നത്. 7-ാമത്തെ മന്വന്തരത്തിൻ്റെ അധിപനാണ് വൈവസ്വത മനു. അതിനുശേഷം ഭഗവാൻ തൻ്റെ മത്സ്യാവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. അതായത് വേദങ്ങൾ തട്ടിയെടുത്തു കൊണ്ടുപോയ ഹയഗ്രീവനെ നിഗ്രഹിക്കണം, എന്നിട്ട് വേദങ്ങൾ വീണ്ടെടുക്കണം. തൻ്റെ പ്രധാനപ്പെട്ട അവതാരോദ്ദേശം നിർവഹിക്കുന്നതിനായി ഹയഗ്രീവനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. അങ്ങനെ ഹയഗ്രീവനെ അന്വേഷിച്ച് കണ്ടെത്തി കോപത്തോടു കൂടി ആ ഹയഗ്രീവന്റെ നേരെ ഭഗവാൻ പാഞ്ഞെടുക്കുന്നു. ഭഗവാൻ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദോദ്ധാരണം നിർവഹിക്കുന്നതാണ് 10-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാകാരപദേ പ്രഭായ. തൻ്റെ ഭക്തന്മാരുടെ ദുഃഖ നിവാരണത്തിനായി ഏതു രൂപവും എടുത്ത് അവരെ സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. തുച്ഛമായ ഒരു ജലജീവിയുടെ രൂപമാണ് ഇവിടെ ഭഗവാൻ സ്വീകരിച്ചത്. മത്സ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് ഹയഗ്രീവൻ എന്ന ആ മഹാസുരൻ്റെ മാറുപിളർന്ന് ആ അസുരനെ നിഗ്രഹിച്ചു. എന്നിട്ട് വേദങ്ങൾ വീണ്ടെടുത്ത് അത് ബ്രഹ്മാവിന് തിരികെ നൽകി ബ്രഹ്മാവിനെയും സന്തോഷചിത്തനാക്കി തീർത്തു. തൻ്റെ ഭക്തന്മാരുടെ ദുഃഖ നിവാരണത്തിനായി സ്വയം എന്ത് ക്ലേശവും സഹിച്ച് അവരെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ, രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്ന എന്നെയും അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത്.